അച്ഛൻ എഴുതി വെച്ചത് വായിച്ചപ്പോഴാ നിങ്ങള് രാധയുടെയും കൃഷ്ണന്റെയും വിവാഹകാര്യം സംസാരിച്ചിരുന്ന കാര്യം ഞാൻ അറിയുന്നത്. അയ്യോ മോളെ, അത് വാസുവേട്ടൻ ഒരിക്കൽ അങ്ങനെ പറഞ്ഞപ്പോ. അച്ഛൻ അങ്ങനെ പറഞ്ഞത് അച്ഛൻ അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ടാ. ആള് മരിച്ചു കഴിഞ്ഞാലും ആ ആഗ്രഹം നിറവേറ്റേണ്ടത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ കടമയും കർത്തവ്യവുമാണ്. എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ അമ്മാവന്? അല്ല, അത് എന്ന് ചോദിച്ചാ. മോൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നേ? ആദ്യം അത് പറയേ. വേറൊന്നുമല്ല, വർഷം എത്ര കഴിഞ്ഞാലും കൃഷ്ണന് നിങ്ങൾ വേറൊരു വിവാഹം ആലോചിക്കരുത്. രാധയാണ് അവന്റെ ഭാവി വധു. നമ്മൾ ഇരു കുടുംബങ്ങളും ചേർന്ന് ആ വിവാഹം നടത്തുന്നു. എന്താ, സമ്മതമല്ലേ നിങ്ങൾക്ക്? എന്ന് ചോദിച്ചാ സമ്മതാണ്, 100 വട്ടം സമ്മതാണ്. രുക്മിണി, എന്നെ തടയണ്ട. വാസുവേട്ടന്റെ ആഗ്രഹം പണ്ടേ നമ്മൾ തീരുമാനിച്ചതാ. അത് നമ്മൾ നടത്തണം. 2 കുടുംബങ്ങളും ഒന്നാവണം. അതാണ് ദൈവഹിതം. അല്ലെങ്കിൽ വയറ്റിലൊരു കുഞ്ഞു ജീവനും വഹിച്ച് എന്റെ മോള് ഈ കാര്യം ആവശ്യപ്പെട്ട് പ്രയാസപ്പെട്ട് ഇവിടെ വരെ വരുമായിരുന്നോ? സമ്മതമാണ് മോളെ, എനിക്കും സമ്മതം. തൃപ്പങ്ങോട്ട് തറവാട്ടിനോട് ഞങ്ങളുടെ ഈ കൊച്ചു കുടുംബത്തെ കൂടി ചേർത്തിണക്കുന്നതില് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദി. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാൻ എങ്ങനെയൊക്കെ പ്രകോപിപ്പിച്ചാലും വായ തുറക്കാത്ത ആളാ ഈ മുന്നിലിരിക്കുന്നതെന്ന്. അതേ, ഇന്നിനി ഇവിടെ ഇരുന്നുള്ള ഈ നിശബ്ദ സംഭാഷണമൊക്കെ അവസാനിപ്പിക്കാം. അവിടെ കല്യാണം ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞ് എന്റെ കൃഷ്ണേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണെന്ന് ഉറപ്പാ. പാറക്കോവിലിൽ വന്ന് എന്നോട് എല്ലാ വിശേഷങ്ങളും പറയുകയും ചെയ്യും. ഞാനങ്ങോട്ട് പോട്ടെ. തൽക്കാലം ഇതുവരെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നമുക്ക് ഇനിയും കാണാമേ. ശരി ശരി. അല്ല, ഈ ഉത്രട്ടാതി വള്ളംകളി ഇപ്പൊ അവസാനിക്കോ? അയ്യോ, അറിയില്ലല്ലോ. എന്തു പറ്റി? ഒന്ന് കാണാനാ. ഈ നാട്ടിലെ ഉത്സവല്ലേ. ചിലപ്പോ അമ്മാവൻ അറിയായിരിക്കും. സുഭദ്ര ഇരിക്കെ, ഞാനിപ്പോ ഒന്ന് ചോദിച്ചിട്ട് വരാം. ശരി. അമ്മാവാ, ഇങ്ങ വന്നേ. എന്താ മോനെ, എന്താ തിരികെ വന്നത്? എന്തെങ്കിലും മറന്നുപോയോ? മറന്നു. ഞാനല്ല, തന്റെ നില മറന്നു. അതൊന്ന് ഓർമ്മപ്പെടുത്താനാ തിരികെ വന്നത്. തന്റെ ആഗ്രഹം കൊള്ളാം. മകനെ കൊണ്ട് തൃപ്പങ്ങോട്ട് പെൺകുട്ടിയെ പ്രേമിപ്പിക്കുക, അതുവഴി അവിടെ കയറി പറ്റുക, സ്വത്ത് തട്ടിയെടുത്ത് ജീവിക്കുക. ഇതിനെ വിളിക്കേണ്ടത് ആഗ്രഹമൊന്നല്ല, അത്യാഗ്രഹമെന്ന. അത്യാർത്തിയെന്നും പറയും. അയ്യോ മോനെ, ഞാൻ കൊള്ളക്കിളവ മോനെന്നോ? ആരുടെ മോൻ? ഇനി താൻ എന്നെ അങ്ങനെ വിളിച്ചാൽ തന്റെ നാവ് ഞാൻ പിഴുതെടുക്കും.
ദാ, ഇവിടെ വച്ച് ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ പറയുക, തൃപ്പങ്ങോട്ട് വാസുദേവൻ അല്ല ഈ മേഘനാഥൻ. നാളെ ഞാൻ തീരുമാനിക്കും ആ തറവാട്ടിൽ ആരാരെ വിവാഹം കഴിക്കണമെന്ന്. അല്ലാതെ എവിടെയോ കിടക്കുന്ന താനും തന്റെ മകനും അല്ല. സുഭദ്ര എന്തെങ്കിലും വകതിരിവില്ലാതെ പറഞ്ഞു എന്ന് വെച്ച് താൻ ഈ കല്യാണവും സ്വപ്നം കണ്ട അങ്ങോട്ട് വന്നാൽ ഈ കൊച്ചു കൂരയെ ഇടിച്ച് നിരത്തി നിന്നെയൊക്കെ ഇതിനകത്തിട്ട് പുതച്ച് കിടത്തും ഈ മേഘനാഥൻ. പിന്നെ തന്റെ പൊന്നു മോനോട് പറഞ്ഞേക്കണം, ഇനി മേലാൽ തൃപ്പങ്ങോട്ടെ പെൺകുട്ടിയുടെ പുറകെ നടക്കരുതെന്ന്. നാളെ മുതൽ അങ്ങനെ സംഭവിച്ചാൽ ആ മകനെ പിന്നെ നീ കണ്ടൂന്ന് വരില്ല. കോട്ടയ്ക്കൽ ദേശത്ത് നിന്റെ ആളുകളെത്തും. അവന്റെ കയ്യും കാലും വെട്ടി കായലിലോ കാട്ടിലോ വലിച്ചെറിയാൻ. ഇപ്പൊ ഇവിടെ നടന്നത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. രണ്ടുപേരെ അറിയൂ. മൂന്നാമതൊരു ചെവി അറിഞ്ഞാൽ മനസ്സിലായോടോ? ചന്ദ്രമോഹൻ അമ്മാവ്. പോവാം. ശരി. തൃപ്പങ്ങോട് വാസുദേവനല്ല ഈ മേഘനാഥന, തൃപ്പങ്ങോട് തറവാടിന്റെ നാഥൻ. നാളെ ഞാൻ തീരുമാനിക്കും ആ തറവാട്ടിൽ ആരാരെ വിവാഹം കഴിക്കണമെന്ന്. രുക്മിണി, എന്താ ഇതെവിടുന്നാ വാങ്ങിയത്? വാങ്ങിയതോ? ഇത് കൃഷ്ണന് രാധ സമ്മാനമായി കൊടുത്തതല്ലേ? കിട്ടിയപ്പോഴേ അവൻ നമ്മളോട് പറഞ്ഞാണല്ലോ. ഓർമ്മയുണ്ട് എനിക്ക്, അതുകൊണ്ടാ ഇതിവിടെ ഒന്ന് എടുത്തു നോക്കിയത്. ഇനി മേലാൽ ഇത് ഈ വീട്ടിൽ വേണ്ട. എന്റെ ഭഗവാനെ, ഇങ്ങർക്ക് ഇതെന്താ പറ്റിയത്? അച്ഛാ, അച്ഛൻ എന്താ ഈ കാണിക്കുന്നേ? അച്ഛൻ എന്ത് പറ്റി? എന്തിനാ എന്റെ ഈ രാധ എടുത്തെറിയുന്നേ? രാധ മേലിൽ കണ്ടുപോരുത്. അതിവിടെ ആ പേര് നീ ഇനി മിണ്ടിപ്പോരുത്. ഇതെന്താ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ? അല്പം മുമ്പ് വരെ വളരെ സന്തോഷിച്ചിരുന്ന മനുഷ്യനല്ലേ, ഇപ്പൊ ഇതെന്താ പറ്റിയത്? എന്താ രാധയോട് ഇത്ര വിരോധം? നാളെ ഈ വീട്ടിലേക്ക് വലത് കാല് വെച്ച് വരേണ്ടവളല്ലേ? ഒരു വലതുമില്ല ഇടതുമില്ല, പറഞ്ഞത് പറഞ്ഞത് തന്നെയാ. നീ കേട്ടല്ലോ ഇത്. ഇന്ന് ഇവിടെ ഇപ്പോ ഈ നിമിഷം മുതൽ തൃപ്പങ്ങോട്ടെ രാധ എന്ന പെൺകുട്ടിയുമായി നിനക്കോ എനിക്കോ നമ്മുടെ കുടുംബത്തിനോ യാതൊരു ബന്ധവുമില്ല. അവളെ നിനക്ക് മറക്കാം എന്നേക്കുമായി. ഈ മനുഷ്യനത് എന്തു പറ്റി? വാടാ.
നീ നടന്നോ. ആ, നിങ്ങളെത്തിയോ? വരുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം അമ്മയും പുറത്താണ്, ഇപ്പൊ വരും. ഓ, ആഹാ, എത്തിയല്ലോ. നമസ്കാരം. നമസ്കാരം. ഒരുപാട് നേരമായി വന്നിട്ട്. ഇല്ല, കോടതിയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. ഇടയ്ക്ക് 1-2 കക്ഷികളെ കാണാനുണ്ടായിരുന്നു. ഇത് എന്റെ മകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ. എന്റെ ജൂനിയറാണിപ്പോ. അറിയാം. നമുക്ക് അകത്തേക്കിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട്. അയ്യോ, അത് പിന്നൊരിക്കലാവാം. ഇപ്പോ വിളിച്ചു വരുത്തിയ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ പറയാം. സുഭദ്രയുടെ അച്ഛന്റെ മരണത്തോടെ കുടുംബത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ഒക്കെ ചുമതല പൂർണ്ണമായും എന്റെ മോന്റെ മേൽ വന്നിരിക്കുകയാണ്. അപ്പൊ പിന്നെ കുടുംബ വക്കീലെന്ന നിലയ്ക്ക് മേഘനാഥനും ഇവിടുത്തെ സ്വത്ത് സമ്പാദ്യങ്ങളെ കുറിച്ച് അറിയാൻ. തീർച്ചയായും നല്ല കാര്യം. പക്ഷേ മേഘനാഥൻ അറിയാത്ത കാര്യമാണോ എന്നെനിക്കറിയില്ല. അതായത് വാസുവേട്ടൻ പെൺമക്കളെ വളർത്തിയത് കാര്യപ്രാപ്തിയോടെ തന്നെയാണ്. ഏതൊരാണുങ്ങൾക്കും തുല്യമായ കാര്യപ്രാപ്തി അവർക്കുണ്ട്. അതുകൊണ്ട് താങ്കൾ ഒറ്റയ്ക്ക് ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ, അതെ, ഞാനും അതേ ഉദ്ദേശമുള്ളൂ. അതായത് സുഭദ്രയ്ക്ക് അറിയാവുന്നതുപോലെ കാര്യങ്ങൾ എനിക്കും അറിയണം, അത്രമാത്രം. അതിലൊന്നും ഒരു പ്രശ്നവും വരില്ല. നിയമാനുസൃതമായ ഏതൊരു കാര്യവും സാറിനെ അറിയിക്കാൻ റെഡിയാണ്. താങ്ക്സ് എ ലോട്ട്. ചെറിയൊരു സംശയമുള്ളത് തൃപ്പങ്ങോട്ട് അമ്പലത്തിലെ സമ്പത്തിന്റെ കാര്യത്തില്. അവിടുത്തെ നിലവറയിലെ സ്വർണം, രത്നം തുടങ്ങിയ നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും കണക്കെടുപ്പുകൾ? അതിന്റെ രേഖകളും നിലവറയിലെ താക്കോലുകളും രഹസ്യമായ ഒരു ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഓ, തൃപ്പങ്ങോട്ട് കുടുംബത്തിൽ നിന്നൊരാളും ക്ഷേത്ര കാര്യദർശിമാരിൽ 2 പേരും കൂടി ചേർന്നാലേ ആ ലോക്കർ തുറക്കാൻ അനുവാദമുള്ളൂ. ഓ, ശരി, എല്ലാം നല്ല കാര്യം. ഇനി ഞാൻ വളരെ സ്വകാര്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. വക്കീലിനും മകനും സഹായിക്കാൻ പറ്റുമോ? ചോദിക്കൂ. തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിലേത് ഉൾപ്പെടെ സകല സ്വത്തുക്കളും എന്റെ മകന്റേതാവണം. അവന്റെ സ്വന്തം പേരിൽ. അതിന് ഞങ്ങൾക്കൊപ്പം നിൽക്കാമോ രണ്ടാൾക്കും? ക്ഷമിക്കണം, തൃപ്പങ്ങോട്ട് ഈ സ്വത്തുക്കൾക്ക് ഇപ്പോ 4 അവകാശികളാണ്. 4-ൽ 1 സുഭദ്രയുടേതും. എന്ന് വെച്ചാ അത് നിങ്ങളുടെ മകന്റേത് തന്നെയാണെന്ന് അർത്ഥം. അതല്ല വക്കീലെ, 4-ൽ 1 മുഴുവൻ സ്വത്തും. തൃപ്പങ്ങോട്ട് തറവാടിന്റെയും തൃപ്പങ്ങോട്ട് അമ്പലത്തിന്റെയും മുഴുവൻ സ്വത്തും എന്റെ മകന്റെ പേരിലേക്ക് മാറ്റിക്കിട്ടണം. അത് നമ്മൾ മാത്രം അറിയുന്ന ഒരു കരാറാ. അതിന് പ്രതിഫലമായി വക്കീലിന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. കിട്ടിയിരിക്കുമെന്ന് ഉറപ്പാണ്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. കോട്ടയ്ക്കൽക്കാരുടെ പാരമ്പര്യം നിങ്ങൾ കാത്തു സൂക്ഷിച്ചു. ഒറ്റ സംശയമേ ഉള്ളൂ, നിങ്ങളൊരു സ്ത്രീയാണോ? ആണൊരുത്തനില്ലാതെ അനാഥരായ 4 പെൺകുട്ടികളാണ് ഇവിടെ ഉള്ളത്. അവർക്ക് മുന്നിൽ അച്ഛനും അമ്മയുമായി വാഴേണ്ട സ്ത്രീയാണ് നിങ്ങൾ. ആ നിങ്ങളാണ് ഇങ്ങനൊരു വഞ്ചനയിൽ കക്ഷിയാവാൻ ക്ഷണിക്കുന്നത് ഞങ്ങളെ. കൈകൂപ്പി നല്ല നമസ്കാരമെന്നേ എനിക്ക് പറയാനുള്ളൂ. നമിച്ചു നിങ്ങളെ ഞാൻ. സോറി, താങ്കളുടെ വശത്തുനിന്ന് ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങളിടുന്ന മേൽക്കുപ്പായം കറുത്തതാണെങ്കിലും മനസ്സ് ശുദ്ധമാണെന്ന് സാർ മനസ്സിലാക്കണം. അതെന്നും തൃപ്പങ്ങോട്ട് വാസുദേവൻ സാറിന്റെ ആത്മാവിനോടൊപ്പമായിരിക്കും.
അദ്ദേഹത്തിന്റെ മക്കളോടൊപ്പമായിരിക്കും. ഈ ചതിക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. വി ആർ വെരി സോറി. അച്ഛാ പോവാം. സൂപ്പർ, സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളാണ് തൃപ്പങ്ങോടിനോട് കൂറും ആത്മാർത്ഥതയുമുള്ള യഥാർത്ഥ മനുഷ്യർ. മനസ്സിലായില്ല. എന്റെ വക്കീലന്മാരെ, ഞാനും എന്റെ അമ്മയും നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാശിന് നേരെ ചായുന്ന കീശ വക്കീലന്മാരാണോന്ന് അറിയാനായിരുന്നു അമ്മയുടെ പരീക്ഷണം. എന്തായാലും നിങ്ങൾ ആ പരീക്ഷ ജയിച്ചിരിക്കുന്നു. 100% ജയിച്ചിരിക്കുന്നു. അമ്മേ, ആ ഇപ്പൊ അമ്മയുടെ സംശയം മാറിയല്ലോ. മാറി. സുഭദ്രയുടെ വക്കീലമ്മാവനും മകനും ഒരിക്കലും നമ്മളെ ചതിക്കില്ല. ഒരിക്കലും. അതാ ഇപ്പൊ അവര് തെളിയിച്ചിരിക്കുന്നത്. പ്ലീസ്, നിങ്ങൾ അകത്തേക്ക് വരൂ. ഒരു ഗ്ലാസ് ചായയെങ്കിലും. വേണ്ട വേണ്ട, നിങ്ങളിതൊരു പരീക്ഷണം നടത്തിയതാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. പക്ഷേ ഞങ്ങൾ കൂടെ പോണം. കേസ് വിളിക്കുമ്പോൾ കോടതിയിൽ ഹാജരാകാനുള്ളതാ. ഓ, നീ വാ. അബദ്ധമായോ? ഇവരിനി ഇതെങ്ങാനും സുഭദ്രയോട് പോയി പറഞ്ഞാൽ അറിയാലോ, തൃപ്പങ്ങോടെന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കാനും തയ്യാറായ ജന്മങ്ങളാ അവര്. അമ്മ വിഷമിക്കണ്ട. സുഭദ്രയോട് ഇയാളിത് പറയുമെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ എന്നെ സ്വന്തം പ്രാണനെപ്പോലെ കാണുന്ന അവൾ ഇതൊരിക്കലും വിശ്വസിക്കാനും പോകുന്നില്ല. അവളുടെ ആ നിഷ്കളങ്കതയാ നമ്മളിനി മുതലെടുക്കാൻ പോകുന്നത്. ഇനി ഇതുപോലുള്ള നേരായ വഴികൾ വേണ്ടമ്മേ. തൃപ്പങ്ങോട്ടിനെ മുറിച്ചു വീഴ്ത്താൻ ചോരച്ചതികളുടെ വഴിയെ നമുക്ക് ഉപകാരപ്പെടൂ. സുഭദ്ര മാത്രമല്ല, ആ വിളഞ്ഞ മറ്റേ സന്തതിയിലെ രാധ, അവൾക്കുള്ളതും വച്ചിട്ടുണ്ട് ഞാൻ. ചോരച്ചതികൾക്കുള്ള വഴികൾ തന്നെ. ദാ കുഞ്ഞേ, അമ്മയും അദ്ദേഹവും മടങ്ങി വന്നില്ലേ? സമയം കുറെ ആയല്ലോ പോയിട്ട്. അവര് കുറെ മുമ്പേ വന്നല്ലോ കുഞ്ഞെ. ഞാൻ ദൂരെ നിന്ന് കണ്ടതാ. അവര് വക്കീൽ അദ്ദേഹവും മോനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. വക്കീൽ അദ്ദേഹവും? ആര്? പത്മനാഭനമ്മാവൻ വന്നിരുന്നോ ഇവിടെ? വന്നുടനെ പോവുകയും ചെയ്തു. പോയോ? എന്നെ കാണാതെയോ? ഷടാ, അത് സാധാരണ അല്ലല്ലോ. അതും വേണുഗോപാലുമായിട്ട്. അവര് വന്നത് എന്നെ കാണാനാ. ഞാൻ ചോദിച്ചതാ സുഭദ്രയെ കാണുന്നില്ലെന്ന്. അപ്പോഴെന്തോ അത്യാവശ്യ കേസ് വിളിക്കും കോടതിയിലെന്നും പറഞ്ഞ് ധൃതിയിൽ പോയതാ. എന്ത് ധൃതിയായാലെന്താ? ഇവിടെ വരെ വന്നിട്ട്. അല്ല, എന്താ ഇപ്പൊ ഈ ധൃതിക്കിടയിൽ ഇദ്ദേഹത്തെ കാണാൻ വരാൻ? അത് പിന്നെ അമ്പലത്തിലെ ചില കണക്കുകൾ, അതിലെന്തോ ചില സംശയം ഉണ്ടെന്നാ പറഞ്ഞത്. അവിടുത്തെ കാര്യസ്ഥന്മാരിൽ തന്നെ ചില അമ്പലവിഴുങ്ങികൾ ഉണ്ടോ എന്നൊരു സംശയം. ആണോ? എന്റെ ഈശ്വര, അച്ഛനുണ്ടെങ്കിൽ കാണാമായിരുന്നു. ഈ കള്ളത്തരം കാണിക്കുന്നവരെയും സ്വത്ത് തട്ടിയെടുക്കുന്നവരെയും അപ്പൊ തന്നെ ചവിട്ടി നിലത്തിടും എന്റെ അച്ഛൻ. അത് സ്വന്തം രക്തബന്ധമായാലും അതങ്ങനെ ചെയ്യൂ. എന്ന് പറഞ്ഞ വാസു അമ്മാവനെ പോലെ ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നാണോ സുഭദ്ര കുറ്റപ്പെടുത്തുന്നത്? ഏയ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അല്ലെങ്കിലും ഇദ്ദേഹത്തിന് അതൊന്നും മനസ്സിലാവില്ലെന്നേ. കോട്ടക്കലുകാരനല്ലേ. ഈ തൃപ്പങ്കോട്ടെ സമ്പ്രദായങ്ങള് വേറെയാ. സാരമില്ല, ഞാൻ തന്നെ നേരിട്ടൊന്ന് ഇടപെടേണ്ടി വരും.
ചിരിച്ചുകൊണ്ട് കൂടെ നിന്നിട്ട് പിൻകഴുത്തിൽ കത്തിവെക്കുന്ന ചിലരില്ലേ, അവരെ ഞാൻ തന്നെ കണ്ടുപിടിക്കുമെന്ന് വിശ്വസിച്ചോളൂ. ഈ സുഭദ്ര കളരിയിൽ പോയിട്ടുള്ളത് അഭ്യാസം പഠിക്കാൻ മാത്രമല്ല, ചില വഞ്ചകന്മാരായ അഭ്യാസികളെ തിരിച്ചറിഞ്ഞ് അരിഞ്ഞിടാൻ കൂടിയാ. അതാരാ ഏതാന്ന് ഇദ്ദേഹവും താമസിയാതെ മനസ്സിലാക്കും. അപ്പോഴേ മാലോകര് തിരിച്ചറിയും ഈ തൃപ്പങ്ങോട്ട് സുഭദ്രയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന്. ആ പറഞ്ഞതിലൊരു മുള്ളുമുനയുണ്ടോ എന്നൊരു സംശയം. ഉണ്ടെങ്കിൽ അത് തകർക്കേണ്ട സമയമായി എന്നർത്ഥം. അതിന് പറ്റിയത് വാളും കഠാരയൊന്നുമല്ല, മറ്റ് ചില ഒറ്റമൂലികളാ. ഒരു മനുഷ്യനും പുറമേ നിന്ന് കണ്ടാൽ മനസ്സിലാകാത്തത്ര കടുത്ത ഒറ്റമൂലികൾ. വേലയ്യ!